അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അത്ഭുത ദിക്ർ പരിശുദ്ധ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ്. ദിവസങ്ങളുടെ നേതാവാകുന്ന പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം നാം ധാരാളം വർദ്ധിപ്പിക്കേണ്ട അമല് ഏതാണെന്ന് മഹാന്മാർ നമുക്ക് അവിടുന്ന് പഠിപ്പിച്ചത് സ്വലാത്ത് ധാരാളമായി ചൊല്ലേണ്ട ദിവസമാണ് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് നമുക്കേവർക്കും അല്ലാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളും, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഓരോ മക്കൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഈ ക്ലാസ്സുകൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾ അവർ സഹിച്ച ത്യാഗങ്ങൾക്ക് നാം എന്ത് കൊടുത്താലും അത് മതിയാവില്ല. എന്നാൽ നമുക്ക് മാതാപിതാക്കൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അദ്യയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ അത്ഭുത ദിക്ർ എന്നുള്ളത്. അതായത് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട അത്ഭുത ദിക്ർ. ഒരാള് ജുമുഅ നിസ്കാരത്തിന് ശേഷം 100 തവണ ഒരാൾ ചൊല്ലുന്നു. ഏതാണ് ചൊല്ലുന്ന ദിക്ർ? സുബ്ഹാനല്ലാഹിൽ അദീമി വബിഹംദിഹി എന്ന ദിക്ർ 100 വട്ടം ഒരാൾ ചൊല്ലുന്നു. എന്നാൽ ഗഫറല്ലാഹു ലഹു 100,000 ദംബിൻ വലിവാലിദൈഹി 24,000 ദംബിൻ. ഒരാൾ ഈ ദിക്ർ 100 വട്ടം ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ 1,00,000 പാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അദ്ദേഹം സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അത് ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളാണെങ്കിലും മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിലും അവരുടെ പാവങ്ങൾ അല്ലാഹു തആല 24,000 പാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് തായത്തങ്ങൾ പഠിപ്പിച്ച നല്ല ഒരു ദിക്ർ എല്ലാവരും പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് ശേഷം, സ്ത്രീകൾ അവരുടെ വീടുകളിൽ ളുഹർ നിസ്കാരത്തിന് ശേഷം, അപ്പോൾ ജുമുഅ നിസ്കാരത്തിന് ശേഷം ചെറിയ മിനിറ്റുകളെ കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റിയ ദിക്റാണ് സുബ്ഹാനല്ലാഹിൽ അദീമി വബിഹംദിഹി എന്ന ദിക്ർ 100 തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ 1,00,000 പാവങ്ങളും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ 24,000 പാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ചൊല്ലുക. അല്ലാഹു നമ്മെല്ലാവരെയും മാതാപിതാക്കളുടെ പൊരുത്തം ലഭിച്ച് അവരുടെ തൃപ്തിയിലായി മരിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.